ഓസ്ട്രേലിയയും നൗറുവും ഒരു പുതിയ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇനി മുതൽ ഓസ്ട്രേലിയയിൽ മതിയായ വിസ ഇല്ലാത്തവരെ നൗറു ദ്വീപിലേക്ക് നാടുകടത്താൻ കഴിയും. ഓസ്ട്രേലിയൻ അസോസിയേറ്റഡ് പ്രസ്സാണ് ഈ വിവരം പുറത്തുവിട്ടത്. കരാർ പ്രകാരം ഓസ്ട്രേലിയ നൗറുവിന് $408 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ, അതായത് ഏകദേശം $267 മില്യൺ നൽകും. ആളുകളെ നാടുകടത്തി അവിടെ എത്തിക്കുമ്പോൾ ഈ പണം നൽകും. കൂടാതെ ഓരോ വർഷവും $70 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ, അതായത് ഏകദേശം $46 മില്യൺ കുടിയേറ്റക്കാരുടെ പുനരധിവാസത്തിനായി നൽകും. ഈ നീക്കത്തിനെതിരെ പല അഭയാർത്ഥി സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് മുന്നറിയിപ്പില്ലാതെയുള്ള കൂട്ട നാടുകടത്തലിന് വഴിയൊരുക്കുമെന്ന് അവർ പറയുന്നു. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ നൗറുവിൽ തടവുകാരെ പീഡിപ്പിക്കുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പല മനുഷ്യാവകാശ സംഘടനകളും നൗറുവിലേക്കുള്ള നാടുകടത്തലിനെ എതിർക്കുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ ആഭ്യന്തരമന്ത്രി ടോണി ബൂർക്ക് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്, ഓസ്ട്രേലിയയിൽ താമസിക്കാൻ നിയമപരമായ അവകാശമില്ലാത്ത ആളുകളെ നൗറുവിൽ സ്വീകരിക്കും. അവർക്ക് അവിടെ നല്ല രീതിയിലുള്ള പരിചരണം ഉറപ്പാക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയ 3 കുറ്റവാളികളെ നൗറുവിലേക്ക് നാടുകടത്തിയിരുന്നു. അവർക്ക് 30 വർഷത്തെ വിസയും നൽകി എന്നാണ്. 2023 ഓസ്ട്രേലിയൻ ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. കുറ്റകൃത്യങ്ങൾ കാരണം വിസ ലഭിക്കാത്തവരെയും സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയച്ചാൽ അപകടമുണ്ടാകാൻ സാധ്യതയുള്ളവരെയും തടങ്കലിൽ വെക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു. ഈ വിധി കാരണം 200-ലധികം കുടിയേറ്റക്കാരെ തടവിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ ഇവരിൽ ചിലർ പിന്നീട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. ഈ കൂട്ടരെയാണ് പുതിയ നൗറു കരാറിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ടോണി ബൂർക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. ആർക്കെങ്കിലും ഓസ്ട്രേലിയയിൽ സാധുവായ വിസ ഇല്ലെങ്കിൽ അവർ രാജ്യം വിട്ടുപോകണം. ഒരു വിസ സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് അത്യാവശ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസൈലം സീക്കർ റിസോഴ്സ് സെന്ററിലെ ഡെപ്യൂട്ടി CEO ജന ഫാവേറെ ഈ കരാറിനെ വിമർശിച്ചിട്ടുണ്ട്. ഈ കരാർ വിവേചനപരവും ലജ്ജാകരവും അപകടകരവുമാണെന്ന് അവർ പറഞ്ഞു. രാജ്യം മുഴുവൻ ഐക്യത്തിനു വേണ്ടി വോട്ട് ചെയ്ത ഈ സമയത്ത് ഭയം പ്രചരിപ്പിക്കുന്നതിന് പകരം കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും വീണ്ടും ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ നാടുകടത്തൽ എളുപ്പമാക്കാൻ ഓസ്ട്രേലിയൻ സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ നിയമമനുസരിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് ആളുകളെ നാടുകടത്തുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും. ഇതിലൂടെ വ്യക്തിഗത സാഹചര്യങ്ങൾ പരിഗണിക്കാതെ തന്നെ ആളുകളെ നാടുകടത്താൻ കഴിയും. ഈ നിയമം അതിശയിപ്പിക്കുന്നതും അപകടകരവുമാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ലോ സെന്ററിലെ സന്മതി വർമ്മ പറയുന്നത്, നടപടിക്രമങ്ങൾ ഒഴിവാക്കിയാൽ ആളുകളെ അവരുടെ ആരോഗ്യസ്ഥിതി, സുരക്ഷാ ആവശ്യങ്ങൾ എന്നിവ പരിഗണിക്കാതെ നാടുകടത്താൻ ഇത് ഇടയാക്കുമെന്നാണ്. ഓസ്ട്രേലിയയുടെ ഈ നയം 2001 മുതൽ പലതവണ നടപ്പാക്കിയിട്ടുണ്ട്. ആളുകൾ ബോട്ട് വഴി വരുന്നത് തടയുക, മനുഷ്യക്കടത്ത് ഇല്ലാതാക്കുക എന്നതൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. എന്നാൽ ഈ നയം ലക്ഷ്യം കണ്ടില്ലെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. 2012 മുതൽ ഈ നയത്തിന് വേണ്ടി ഓസ്ട്രേലിയൻ നികുതിദായകർ $13 ബില്യൺ ചിലവഴിച്ചു. ഈ തുക അഭയാർത്ഥികളെ ഓസ്ട്രേലിയയിൽ താമസിപ്പിച്ച് അവരുടെ അപേക്ഷ പരിഗണിക്കുന്നതിലും എത്രയോ അധികമാണെന്ന് കൾഡോർ സെന്റർ ഫോർ ഇന്റർനാഷണൽ റെഫ്യൂജി ലോ പറയുന്നു. ഈ നയം കാരണം 14 ആളുകൾ തടങ്കൽ കേന്ദ്രങ്ങളിൽ മരിച്ചു. അതിൽ പകുതിയിലധികം പേരും ആത്മഹത്യ ചെയ്തതാണ്. നൗറു ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലമാണെന്നും അവിടെ തുടർച്ചയായി ദുരുപയോഗം നടക്കുന്നുണ്ടെന്നും മെഡിസിൻസ് സാൻസ് ഫ്രോയിഡേഴ്സും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും പറയുന്നു. ഈ ഓസ്ട്രേലിയ നൗറു കരാർ മറ്റ് രാജ്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. യൂറോപ്പിലെ ചില രാജ്യങ്ങൾ അഭയാർത്ഥികളെ കൈകാര്യം ചെയ്യാൻ ഇതേപോലെയുള്ള നയങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇത്തരം കരാറുകൾ അഭയാർത്ഥികളെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തടങ്കലിൽ വെക്കാൻ ഇടയാക്കുമെന്ന് UN ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനുഷ്യാവകാശ സംഘടനകളുടെ വിമർശനങ്ങളും ഈ നയം പരാജയമാണെന്ന റിപ്പോർട്ടുകളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായിട്ടും ഓസ്ട്രേലിയയിൽ ഈ നയം ഇപ്പോഴും തുടരുന്നുണ്ട്. നൗറുമായുള്ള പുതിയ കരാർ ഈ വിവാദപരമായ നയത്തിന്റെ തുടർച്ചയാണ്. ഇത് ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കാനും ഓസ്ട്രേലിയയുടെ കുടിയേറ്റ നയത്തെ കൂടുതൽ കഠിനമാക്കാനും സാധ്യതയുണ്ട്. ഈ കരാർ അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക പരിഗണനകളെയും ചോദ്യം ചെയ്തതാണ്. ഫലപ്രദമല്ലാത്തതും മനുഷ്യാവകാശ ലംഘനങ്ങൾ നിറഞ്ഞതുമായിട്ടും ഓസ്ട്രേലിയ ഈ നയം തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അഭയം തേടുന്നവരെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുമ്പോൾ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു രാജ്യത്തിനും കഴിയില്ല എന്ന UN മനുഷ്യാവകാശ സമിതിയുടെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഓസ്ട്രേലിയയുടെ ഈ നടപടി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഓസ്ട്രേലിയ മതിയായ വിസയില്ലാത്തവരെ നൗറുവിലേക്ക് നാടുകടത്താനുള്ള ഒരുക്കത്തിലാണ്. ഇതിനെതിരെ പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.